ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയം തേടി വന്നാൽ അവരെ ഒരു മടിയുമില്ലാതെ സ്വീകരിക്കാനുള്ള നിയമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നിയമങ്ങൾ തന്നെയാണ് അവർക്കിന്ന് വെല്ലുവിളിയായി അവർക്ക് നേരെ തന്നെ തിരിയുന്നത്. സത്യസന്ധത പുലർത്തുന്ന അവരുടെ നിയമങ്ങൾ ഇന്ന് അവരുടെ മാനസികാവസ്ഥ അസന്തുലിതമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളെ പരാമർശിക്കുന്നത് യൂറോപ്പ് സ്വയം പണി ചോദിച്ചു വാങ്ങുന്നു എന്നാണ്. ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ സ്വയമുണ്ടായ നിയമങ്ങൾ കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ നിയമങ്ങൾ ഒക്കെ തന്നെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ സത്യസന്ധമായ നയങ്ങളിൽ ചേർന്ന് വരുന്നതാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുടിയേറി വന്നവർ അവിടെ ഇന്ന് ഭീകരാക്രമണങ്ങളും പല തോന്നിവാസങ്ങളും നടത്തിവരുന്നു. ജനങ്ങളെ ഒരു മനസാക്ഷ്യമില്ലാതെ കൊന്നുകളയുന്നു. ഇങ്ങനെ നേരിടുന്ന വെല്ലുവിളികൾ ഏറെയാണ്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന നമ്മുടെ പഴമൊഴിയാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കലാപങ്ങൾ കൊണ്ട് ഓടിപ്പോകുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് യൂറോപ്പിൻ്റേത്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും നെതർലാൻഡും ബെൽജിയവും ഒക്കെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളുടെ ഇരയാണ്. എന്നാൽ പോലും യൂറോപ്പിന് ഒരു തിരിച്ചറിവ്, അതിലൊരു കർശന നടപടിയെടുക്കാൻ പോലും കഴിയുന്നില്ല. എന്നാൽ ഇന്ന് അവിടെയുള്ള ജനങ്ങൾ ചേർന്ന് നിൽക്കുകയും തിരിച്ചറിവ് ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ അവസാനം മുന്നോട്ട് വന്ന രാജ്യമാണ് ജർമ്മനി.